നമസ്കാരം. സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഈയിടെയായിട്ട് എനിക്ക് ഇമെയിലിൽ കുറേ ലെറ്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം മലയാളത്തിലെ ഒരു വളരെ പ്രമുഖനായ ഒരു ഗായകൻ ഒരു ജീൻസ് ധരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സന്തോഷ് സാർ എന്താണ് പറയാനുള്ളതെന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അത് പിന്നീട് ഒരു കൂടുതൽ ചർച്ചയാവണ്ട എന്ന് കരുതി കഴിയുന്നു. ഞാനത് ഒന്നും പറയാതിരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പരിഗണിച്ച് ഞാൻ അതിലൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു, പ്രകോപനപരമായ ഒരു വസ്ത്രം ധരിക്കരുത് എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ജീൻസ് മാത്രമാണോ പ്രകോപനപരമായ വസ്ത്രം എന്നൊരു സംശയം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് വസ്ത്രവും ഒരു സ്ത്രീയെ പ്രകോപനപരമായി ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോൾ ഈവൻ നമ്മളിപ്പോൾ സാരി നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്ന സാരിയല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ചുരിദാർ എന്ന് വേണ്ട, പാവാടയായാലും ബ്ലൗസായാലും ഏത് വസ്ത്രവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രകോപനപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വിഷയത്തിൽ എൻ്റെ തന്നെ ഒന്ന് രണ്ട് എക്സാമ്പിളിലേക്ക് ഞാൻ പറയും. ഇപ്പോൾ മുമ്പ് ഒരിക്കലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു വീട്ടിലൊരാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവരോട് തലേദിവസം വിളിച്ച് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അവർ മലയാളീസ് അല്ല, അവർ ഹിന്ദിക്കാരായിരുന്നു. എനിവേ, അപ്പോൾ രാവിലെ വന്ന് ഡോറ് തുറന്ന് എന്നെ റിസീവ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവരൊരു നൈറ്റിയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ആ നൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ നൈസായിരുന്നു. അപ്പോൾ അത് ശരിക്കും എനിക്കൊരു കുറച്ച് പ്രകോപനപരമായിട്ടുള്ളൊരു വസ്ത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറമേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നൈറ്റിയാണ് യൂസ് ചെയ്തതെന്ന് ആ സ്ത്രീക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേസമയം നമുക്ക് ഒരാളെ മുന്നിൽ ശരിക്കും ആ നൈറ്റിയുമായിട്ട് നൈറ്റി ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്തൊരു നൈറ്റിയാണ്. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന സമയത്തും അവർ പിന്നീട് മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ, അവർ പുറത്തു പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ, അതേപോലെ അങ്ങനെ എല്ലാ സമയത്തും ഈ നൈറ്റി തന്നെയാണ്. ഞാൻ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ അത് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ നൈറ്റിയാണ് ഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്തു എന്ന് പറയുമ്പോഴും അതും ഒരു പ്രകോപനപരമായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഈ സാരി എടുത്തുകൊണ്ടുള്ള, ഞാനും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഓരോന്ന് കാര്യങ്ങൾ പറയുന്നത്. ഒരു ഓഫീസിൽ ഒരു പെൺകുട്ടി അവർക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുകയാണ്. അപ്പോൾ അവരാദ്യമായിട്ട് സാരി എടുത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും കാലം പഠിച്ച് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയൊരു കുട്ടിയാണ്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാരി ഉടുത്തെന്ന് തോന്നുന്നു. ആ സാരി ഉടുത്ത രീതിയെല്ലാം കണ്ടാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ചോദിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പുറമേ നോക്കുകയാണെങ്കിൽ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ബ്ലൗസാണെങ്കിലും മാക്സിമം ഇവിടെയും ബാക്കൊക്കെ നന്നായിട്ട് കട്ടിങ്സൊക്കെ ഉണ്ട്. സാരി ആണെങ്കിൽ വളരെ ഈ പറഞ്ഞോളം വളരെ നൈസാണ്. ബി ഫ്രാങ്ക്, ഇത്രയും ഭാഗത്ത് ശരിക്കും ഡ്രസ്സേ ഇല്ലാതെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ 10-40 ആളുകൾ സ്റ്റാഫുള്ള ഒരു ഓഫീസ്. ഈ ഓഫീസിൽ ഈ സ്ത്രീ ഒരു സ്ഥലത്ത് വന്നിരുന്നതിന് ശേഷം എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറേ പുരുഷന്മാർ അതിൻ്റെ അടുത്തുള്ള ജനവാദിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഉച്ച സമയത്ത് ഈ സ്ത്രീ അറിയാതെ അവിടുത്തെ ഒരു ടോക്കാണ്, ഇന്ന ആംഗിളിലൂടെ നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ആ പ്രശ്നം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആ സ്ത്രീയോടൊപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്താ പറയുക, ഞാൻ ബ്ലൗസ് സാരിയൊക്കെ ധരിച്ചു, അതിലിപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ വസ്ത്രം പ്രകോപനപരമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സത്യം. അത് ചിലപ്പോൾ അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നതുകൊണ്ടോ അങ്ങനെ സംഭവിച്ചാവും. അതേപോലെ തന്നെയുള്ള എൻ്റെ അനുഭവത്തിൽ വന്ന വേറൊരു സംഭവമാണ്. ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സാറിന് ഈ ചുരിദാർ ഇട്ട് വരുന്നൊരു കുട്ടി ആദ്യമായിട്ടൊരു ദിവസം പാവാടിയും ബ്ലൗസും. ഇവിടെയും ഇതേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. പാവാടിയും ബ്ലൗസിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് വളരെ നൈസായതുകൊണ്ട്, കുട്ടി അത്യാവശ്യം ഒരു തടിച്ചൊരു കുട്ടി ആയതുകൊണ്ട് ശരിക്കും ആ കുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വസ്ത്രമേ ഉടുത്തിട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതുപോലുള്ള ഒരു സ്കിന്നി ടൈപ്പ് ആ ഒരു കളറാണ് ആ കുട്ടിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഞങ്ങൾക്ക് ശരിക്കും അത് ഒരു കുട്ടി ചോദിച്ചാൽ എങ്ങനെയുണ്ട്, വെറൈറ്റി ആയില്ലെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളൊന്നും ഓക്കെ വെറൈറ്റി ആയിട്ടുണ്ട്, അതിലൊന്നും രണ്ടഭിപ്രായമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം സംഭവം ഒരു പ്രകോപനപരമായിട്ടുള്ളൊരു വസ്ത്രമാണ്. എന്നിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രാവിലെ മുതലൊക്കെ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോഴേക്കാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. അവസാനം
ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയോട് പറഞ്ഞു, എടി നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും നീ ഡ്രസ്സ് ഇടാതെ നിൽക്കുന്ന പോലെ ഉണ്ടെന്ന്. അപ്പോൾ ആ കുട്ടി അങ്ങ് ഞെട്ടി, അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, അങ്ങനെയാണ് ശരിക്കും തോന്നുന്നതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതേ കാര്യം ആ കുട്ടിയുടെ അമ്മയോ അച്ഛനോ പറഞ്ഞിരുന്നുവെങ്കിൽ ആ കുട്ടി അങ്ങനൊരു വസ്ത്രം പുറത്തേക്ക് ധരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പാവാടയും ബ്ലൗസും എന്ന് പറയുമ്പോൾ താരതമ്യേന ശരീരത്തിൻ്റെ ഒരു ഭാഗം പുറത്തൊന്നും കാണുന്നില്ല, പക്ഷേ അതിൽ പോലും വേണമെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. ഞാനൊരു 2000 പെൺകുട്ടികളോടുള്ള ഒരു കോളേജിൽ ഒരു ഇൻട്രാക്ഷൻ, ഞാനിപ്പോൾ കോളേജ് ജസ്റ്റ് ഞാൻ കോളേജിൻ്റെ ഫംഗ്ഷൻ ഇനോഗ്രേഷൻ ചെയ്തിരിക്കുന്നു പറഞ്ഞിങ്ങനെ വരാറില്ല, എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ ഞാൻ നടക്കാറ്. അപ്പോൾ ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ 2000-ഓളം പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി, അത്യാവശ്യം ഒരു തടിച്ചൊരു പെൺകുട്ടി, 10-18 വയസ്സുണ്ടാവും. ഈ കുട്ടി ഒരു കുഞ്ഞ് മിനി സ്കേർട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ എല്ലാതെ ഈ കുട്ടി കാരണം പോയി എന്ന് പറയാം. അപ്പം നമുക്കിപ്പോൾ വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, കയ്യിലും കാലിലും ആണോ സെക്സ് ഇരിക്കുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അതുകൊണ്ട് ഡ്രസ്സ് കുറച്ചിടാം എന്നൊക്കെ വേണമെങ്കിൽ ന്യായത്തിന് നമുക്ക് പറയാം. അതൊന്നും പ്രശ്നമില്ല. ഞാൻ നമ്മുടെ ഒരു അനുഭവം വെച്ച് പറഞ്ഞുള്ളൂ. എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ വളരെ പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നത്, ഈ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് എനിക്കായിട്ടൊരു ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള കാറ്റൊക്കെ എനിക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ കാറ്റ് എനിക്ക് ശരിക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കസേര ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയെ കാണാതെ വഴിയല്ലോ, ഇപ്പോൾ നമ്മുടെ ദൃഷ്ടി നേരെയാണല്ലോ പോവാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ സ്വന്തം നിലയിൽ ഈ കസേര മാറ്റാൻ പോയപ്പോൾ ഉടനെ അതിൻ്റെ ആൾ കൊണ്ട് സന്തോഷ് സാർ എന്താ മൂവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ല, അത് പിന്നെ ആ കാറ്റ് കിട്ടാൻ വേണ്ടി അതിന് സാറ് പോകണം, ഞാനൊക്കെ ഫാൻ ഇങ്ങോട്ട് എടുത്തില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഫാൻ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതോടെ പണി പാളി. പിന്നെ എന്ത് ചെയ്യും? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ സംസാരം തുറന്നുകൊണ്ടിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ വസ്ത്രം വളരെ പ്രകോപനപരമാണ്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഞാൻ ഇത്രയും പറഞ്ഞത് ചുരുക്കുന്ന കാര്യം ഇതാണ്. നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതൊക്കെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിലൊരു സത്യം ഇതാണ്, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം. അപ്പോൾ ഒരൊറ്റ എക്സാമ്പിളോട് പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഒരു പ്രാവശ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ മിനി സ്കേർട്ടാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ജീൻസിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു പ്രകോപനപരമായ ഡ്രസ്സൊന്നും ഞാൻ പറയുന്ന മിനി സ്കേർട്ടിനാണ് പൊതുവെ. അതന്നെ ഇപ്പോൾ ഒരു മെലിഞ്ഞൊരു കുട്ടി മിനി സ്കേർട്ട് ധരിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, വേറെ വിഷയം. അപ്പോൾ ഈ മിനി സ്കേർട്ട് ധരിച്ച ഒരു കുട്ടി ഞങ്ങളെ ഈ ബസ്സിൽ കയറുകയാണ്. അപ്പോൾ കയറി ആ സെക്കൻഡ് മുതൽ കുട്ടിയുടെ പ്രശ്നം, കുട്ടി അങ്ങനെ കൈ ഇതിൽ പിടിക്കുമ്പോൾ കുട്ടിയുടെ ഡ്രസ്സ് ഇങ്ങനെ പോകുന്നു, അപ്പോൾ വയറ് കാണുന്നു, അപ്പോൾ കുട്ടി വയറ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, കാറ്റ് വരുമ്പോൾ കുട്ടി ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ള എല്ലാവരും ചിന്തിക്കും. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യത്തിന് ഒരു 5-10 മിനിറ്റ് ഈ കുട്ടിയുടെ യാത്ര ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി കയറിയത് മുതൽ എല്ലാവരുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും നോട്ടം ഈ കുട്ടിയിലേക്ക് തന്നെയാണ് വന്നത്. ഭാഗ്യത്തിന് ആ കുട്ടിയുടെ 10 മിനിറ്റ് കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അത് ഞങ്ങളുടെ കേസ്. അതേസമയം ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ അച്ഛൻ്റെ മുന്നിൽ പോകുന്നത്, ആ കുട്ടിയുടെ സഹോദരൻ്റെ മുന്നിൽ പോകുന്നത്, ആ കുട്ടിയുടെ അയൽവാസികളുടെ മുന്നിൽ പോകുന്നത്, ആ കുട്ടിയുടെ മാമൻ്റെ മുന്നിൽ പോകുന്നത്, ആ കുട്ടിയുടെ കൂട്ടുകാരുടെ മുന്നിൽ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം. പിന്നെ മാന്യത എന്ന് പറയുമ്പോൾ ഇതിനൊന്നുമല്ല മാന്യത, ഒരു സത്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞോടൊപ്പം ഇപ്പോൾ 2000 കുട്ടികളുള്ളിടത്ത് ഈ കുട്ടി മാത്രം ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ 2000 പെൺകുട്ടികളും ഈ രീതിയിലായിരുന്നുവെങ്കിൽ ഒരു വേള എനിക്ക് ഇങ്ങനൊരു കാര്യം തോന്നുന്നതല്ല. ഇവിടെ ഇപ്പോൾ ചില ആളുകൾ മാത്രം ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിലൊന്നും ശരികളും തെറ്റുകളുമില്ല. നമ്മളുടെ ശരീരത്തിന് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കാം. ഷോർട്ട് മിനി സ്കേർട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കുറച്ച് മെലിഞ്ഞ കുട്ടികൾ ഓക്കെയാണ്, പക്ഷെ കുറച്ച് തടിച്ച കുട്ടികൾ കഴിയുന്ന മിനി സ്കേർട്ട് ഒഴിവാക്കണം എന്നാണ് എൻ്റെ വളരെ വ്യക്തിപരമായ. പിന്നെ സാരി ആണെങ്കിൽ എന്തായാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് നോക്കൂ, നിങ്ങളെങ്ങനെയുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ സഹോദരനോടോ അമ്മയോട് ചോദിക്കണം, അച്ഛനോട് സഹോദരനോട് ചോദിക്കും എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്. അങ്ങനെ അപ്പോൾ അവിടെ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, മനഃശാസ്ത്രം ഞാൻ പണ്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ ലോകത്ത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നതിന് 3 കാരണമാണ് പറയുന്നത്. ഒന്ന് ലൂസ് ക്യാരക്ടർ, ഒന്ന്
നല്ല രീതിയിലുള്ള വസ്ത്രം, നല്ല മീൻസ് കൂടുതൽ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 3 മറ്റുള്ള കാരണങ്ങൾ. ദാറ്റ് ഈസ് 3 സ്ത്രീ ഈ ലോകത്ത് ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നത് ഡ്രസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് അർത്ഥം. ലൂസ് ക്യാരക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാണുന്നതോടെ കിട്ടുന്നതോടെ വളരെ പെട്ടെന്നായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുക, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഈ പറയുന്ന വഞ്ചാരടി എന്ന് പറയുന്ന കുറച്ച് ഓവറായിട്ടുള്ള കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ട് ഈ അക്രമത്തിനിരയാകുന്നത്. സോ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരു കുട്ടിയെ സൃഷ്ടിക്കണം. അന്ന് ആ ബസ്സിലൊക്കെ ആൾ കുറവായിരുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം, ആ ബസ്സിൽ ഒരു വേള ഇപ്പോൾ ഫുൾ ആളുള്ള ഒരു ബസ്സിലായിരുന്നു ആ കുട്ടി കയറിയിരുന്നെങ്കിൽ എത്രമാത്രം ആ കുട്ടി തോണ്ടലിനും ഇതിനൊക്കെ ഇരയാകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. സ്ത്രീകളുടെ പ്രകോപനപരമായ വസ്ത്രത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ എൻ്റെ സിനിമ അടക്കം പല സിനിമകളിലും നായികമാരിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അതൊക്കെ പ്രകോപനപരമാണല്ലേ, അപ്പോൾ ഞങ്ങൾ ഇടുന്നതിനെക്കുറിച്ച് മാത്രം പറയുകയും സിനിമാ നടിമാരിടുന്നതിനെ കുറിച്ചൊക്കെ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നതിൽ എന്താണ് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഈ വിഷയത്തിലൊക്കെ ഒന്നേ പറയാനുള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സിനിമയിലിപ്പോൾ ഒരു കുഞ്ഞു ഡ്രസ്സ് ഇട്ടാലും അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് അവരുടെ അടുത്ത ഒരു സിനിമയിൽ അവർക്കൊരു ചാൻസ് കിട്ടുന്നത്. അത് പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് സിനിമാക്കാരിങ്ങനെ ചെയ്യുന്നു, സിനിമാക്കാരങ്ങനെ ചെയ്യുന്നു, അപ്പോൾ സിനിമാക്കാരെ അനുകരണം അവങ്ങിക്കും ആപത്തിന് ഇവിടെയാക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സിനിമാക്കാരെ അനുകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമക്കാർക്ക് അവരെന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ പിന്നിൽ കോടികൾ കൂടെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കി വസ്ത്രധാരണത്തിലൊക്കെ അവനവന് നല്ലതെന്ന് തോന്നുന്ന കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ കൊന്ന് കൊല വിളിക്കരുത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ സംഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.